PSC ഡയറിയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ 65ാം വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള പ്രസ്താവനാ ചോദ്യങ്ങളുടെ 20ാമത്തെ സെറ്റാണ് നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളം സാഹിത്യം സംസ്കാരം എന്നുള്ള ടോപ്പിക്കിൽ നിന്നുള്ള പ്രസ്താവനാ ചോദ്യങ്ങളാണ് നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചാനൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് തോന്നിയാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഉടനെ തന്നെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം 12 ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിൽ സാഹിത്യം സംസ്കാരം എന്നുള്ള ടോപ്പിക്കിലെ 12 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മളിന്ന് 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, എന്നാലും ഒന്നുകൂടി പറയാം. മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡാണ് ഇത്. സംസ്ഥാന ചലച്ചിത്ര അവാർഡിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. 2022 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചത് മികച്ച നടിക്ക് ലഭിച്ചിട്ടുള്ളത് വിൻസി അലോഷ്യസ് ആണ്. രേഖ എന്ന സിനിമയിലെ അഭിനയത്തിനാണ്. അതുപോലെ 2021 രേവതിക്കാണ് ഭൂതകാലം എന്ന സിനിമയിലെ അഭിനയത്തിന്. 2020 ലഭിച്ചത് അന്നാബെൻ കപ്പേള എന്ന സിനിമയിലെ അഭിനയത്തിനാണ്. അതേപോലെ 2019 കനി കുസൃതി ബിരിയാണി എന്ന സിനിമയിലെ അഭിനയത്തിന്. ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ളത് 2022 വിൻസി അലോഷ്യസ് ചോദിക്കാം, അല്ലെങ്കിൽ കനി കുസൃതി ബിരിയാണി ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ മറ്റുള്ളത് ചോദിക്കില്ല എന്നല്ല, അതുകൂടി പഠിക്കുക എന്നുള്ള കൂടുതൽ സാധ്യത പറഞ്ഞതാണ്. അപ്പം നമുക്ക് 13ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നുള്ളതാണ് 13ാമത്തെ ചോദ്യം. ശരിയായ പ്രസ്താവനകളാണ്. അപ്പം നമ്മളത് വരച്ചിടുന്നു. അപ്പം ഞാൻ ഈ പ്രസ്താവനകൾ വായിക്കാം. നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്നത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച ആൻസർ ഈ ഓപ്ഷൻസിലുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത് ശക്തൻ തമ്പുരാൻ സമ്മാനിച്ച ഓട്ടുവിളക്ക് സൂക്ഷിച്ചിരിക്കുന്നത് കാഞ്ഞൂർ സിറിയൻ കത്തോലിക്ക പള്ളിയിലാണ് എന്ന് പറയുന്നു. ഒന്നാമത്തെ പ്രസ്താവന ശക്തൻ തമ്പുരാൻ സമ്മാനിച്ച ഓട്ടുവിളക്ക് സൂക്ഷിച്ചിരിക്കുന്നത് കാഞ്ഞൂർ സിറിയൻ കത്തോലിക്ക പള്ളിയിലാണ് എന്ന് പറയുന്നു. ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അത് രണ്ടാമത്തെ പ്രസ്താവന പറയുന്നു റോമിൽ നിന്ന് കൊണ്ടുവന്ന സെന്റ് അഗസ്റ്റിന്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്ന കേരളത്തിലെ ആരാധനാലയമാണ് രാമപുരം കത്തോലിക്ക പള്ളി. റോമിൽ നിന്ന് കൊണ്ടുവന്ന സെന്റ് അഗസ്റ്റിന്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്ന കേരളത്തിലെ ആരാധനാലയമാണ് രാമപുരം കത്തോലിക്ക പള്ളി. മൂന്നാമത്തെ പ്രസ്താവന ക്രിസ്തുവിന്റെ ജനനം മുതൽ അവസാനം വരെയുള്ള സംഭവങ്ങളുടെ ചുമർ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് ചേപ്പാട് പള്ളിയിലാണ് എന്ന് പറയുന്നു. ക്രിസ്തുവിന്റെ ജനനം മുതൽ അവസാനം വരെയുള്ള സംഭവങ്ങളുടെ ചുമർ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് ചേപ്പാട് പള്ളിയിലാണ് എന്ന് പറയുന്നു. അടുത്ത നാലാമത്തെ പ്രസ്താവന നോക്കുക. അൽഫോൺസാമ്മയുടെ ഭൗതികാവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്നത് ഭരണങ്ങാനം പള്ളിയിലാണ് എന്ന് പറയുന്നു. അപ്പം ഞാൻ ഈ എലിമിനേഷൻ ടെക്നിക്ക് നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ അല്ലേ. ആദ്യത്തെ 11 സെറ്റ് പ്രസ്താവന ചോദ്യങ്ങളിൽ എലിമിനേഷൻ ടെക്നിക്കാണ് പഠിപ്പിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ നോക്കുക ഇതിൽ ഏതാണ് ആൻസർ വരുന്നതെന്ന്. എലിമിനേഷൻ ടെക്നിക്ക് അറിയാൻ പാടില്ലാത്തവർ ആദ്യത്തെ 11 സെറ്റ് ചോദ്യം കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു മിനിമം ഒരു 3-4 സെറ്റെങ്കിലും കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ 13ാമത്തേതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2, 3, 4 എന്നുള്ളതാണ്. അതായത് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന ഈ പറയുന്ന 4 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ 13A എന്നുള്ള ഓപ്ഷൻ ചെയ്തിട്ടുള്ളവർക്ക് 1 മാർക്ക് കിട്ടുകയാണ്. ഇതിനിടയ്ക്ക് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ആ ബോക്സ് ഒന്ന് നോക്കാം. കേരളവും ജനസാന്ദ്രതയും എന്നുള്ളതാണ് ആ ബോക്സ്. കേരളത്തിന്റെ ജനസാന്ദ്രത 2011 സെൻസസ് പ്രകാരം കേരളത്തിന്റെ ജനസാന്ദ്രത 859 ആണ് അല്ലേ. 859. കേരളത്തിന്റെ ജനസാന്ദ്രത എത്രയാണ്? 2011 സെൻസസ് പ്രകാരം 859 ആണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസാന്ദ്രതയിൽ കേരളത്തിന്റെ സ്ഥാനം 3 ആണ്. ഇനി കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ്. കേരളത്തിലെ ജനസാന്ദ്രത ഏറ്റവും കൂടിയ ജില്ല തിരുവനന്തപുരമാണ്. അതേപോലെ ജനസാന്ദ്രതയിൽ 2ാം സ്ഥാനം ആലപ്പുഴ ജില്ലയ്ക്കാണ്. ജനസാന്ദ്രതയിൽ 2ാം സ്ഥാനം. 1ാം സ്ഥാനം തിരുവനന്തപുരം, 2ാം സ്ഥാനം ആലപ്പുഴ. ഇനി കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് ഇടുക്കിയാണ്. ജനസാന്ദ്രത കുറവ് ഇടുക്കിയാണ്. അപ്പോൾ കേരളത്തിന്റെ ജനസാന്ദ്രത എത്രയാണെന്ന് ചോദിച്ചാൽ അത് 859 ചതുരശ്ര കിലോമീറ്റർ അല്ലേ. ഇനി ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസാന്ദ്രതയിൽ കേരളത്തിന്റെ സ്ഥാനം 3 ആണ്. കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരവും ഏറ്റവും കുറഞ്ഞ ജില്ല ഇടുക്കിയുമാണ്. 2ാം സ്ഥാനത്ത് ജനസാന്ദ്രത കൂടിയ ജില്ലകളുടെ കാര്യത്തിൽ 2ാം സ്ഥാനം ആലപ്പുഴയാണ്. അപ്പോൾ നമുക്ക് 14ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 14ാമത്തെ ക്വസ്റ്റ്യൻ 2 പട്ടികയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പട്ടിക 1 ഭീമാപള്ളി ഉറൂസ്, മാലിക് ബിൻ ദിനാർ പള്ളി,
മുച്ചുണ്ടി മോസ്ക്, ചേരമാൻ പെരുമാൾ പള്ളി എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ജില്ലകളാണ് പട്ടിക 2 തിരുവനന്തപുരം, കോഴിക്കോട്, കൊടുങ്ങല്ലൂർ, കാസർഗോഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ എലിമിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. നിങ്ങളുടെ ആൻസർ ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഞാൻ എന്തായാലും ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ആൻസർ പറയാം. ഇവിടെ ഇതിൻ്റെ ഉത്തരം ആദ്യം പറയാം. ഇതിൻ്റെ 14ാമത്തെ ഉത്തരം എന്ന് പറയുന്നത് എ ആണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി അതിൻ്റെ കറക്റ്റ് പറയാം. ഇപ്പോൾ ഭീമാപ്പള്ളി ഉറൂസ് അല്ലേ, ഭീമാപ്പള്ളി എവിടെയാണ്? ഭീമാപ്പള്ളി തിരുവനന്തപുരം ജില്ലയിലാണെന്ന് നമുക്കറിയാം. ഭീമാപ്പള്ളി തിരുവനന്തപുരം ജില്ലയാണ്. അപ്പോൾ ഭീമാപ്പള്ളി ഉറൂസ് തിരുവനന്തപുരം ജില്ലയിലാണ്. മാലിക് ബിൻ ദിനാർ പള്ളി അത് കാസർഗോഡാണെന്ന് അറിയാം അല്ലെ, കാസർഗോഡാണെന്ന് അറിയാം. ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. മാലിക് ബിൻ ദിനാർ പള്ളി കാസർഗോഡാണ്. പക്ഷെ മുച്ചുണ്ടി മോസ്ക് ചിലപ്പോൾ അറിയാൻ സാധ്യതയില്ല. ഇത് കോഴിക്കോടാണ്. മുച്ചുണ്ടി മോസ്ക് കോഴിക്കോടാണ്, മുച്ചുണ്ടി മോസ്ക്. അതേപോലെ ചേരമാൻ പെരുമാൾ പള്ളി അറിയാൻ സാധ്യതയുണ്ട് അല്ലെ, ചേരമാൻ പെരുമാൾ പള്ളി കൊടുങ്ങല്ലൂരാണ്. അതറിയാൻ പറ്റും. അപ്പോൾ എലിമിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ നിങ്ങൾക്കിത് ശരിയാക്കിയെങ്കിൽ ഒരു മാർക്ക് കൂടി ലഭിക്കുകയാണ്. അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവനയാണ്. തെറ്റായ പ്രസ്താവന ഏത്? നോക്കാം. 4 പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. എ പ്രസ്താവന പറയുന്നത് കുഞ്ചൻ നമ്പ്യാർ ഉപയോഗിച്ചിരുന്ന മിഴാവ് അത് അമ്പലപ്പുഴ ക്ഷേത്രത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് പറയുന്നു. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ കുഞ്ചൻ നമ്പ്യാർ ഉപയോഗിച്ചിരുന്ന മിഴാവ് അമ്പലപ്പുഴ ക്ഷേത്രത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്നാണ് 1ാമത്തെ പ്രസ്താവന പറയുന്നത്. അടുത്ത 2ാമത്തെ പ്രസ്താവന പറയുന്നു തിരുവിതാംകൂർ രാജാവ് ശബരിമല ശാസ്താവിന് സമർപ്പിച്ച തങ്ക അങ്കി സൂക്ഷിച്ചിരിക്കുന്നത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണെന്ന് പറയുന്നു. തിരുവിതാംകൂർ രാജാവ് ശബരിമല ശാസ്താവിന് സമർപ്പിച്ച തങ്ക അങ്കി സൂക്ഷിച്ചിരിക്കുന്നത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണെന്ന് പറയുന്നു. 3ാമത്തെ പ്രസ്താവന നോക്കുക. വള്ളസദ്യ എന്ന പ്രസിദ്ധമായ വഴിപാടിന് പ്രസിദ്ധമായ ക്ഷേത്രമാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം എന്ന് പറയുന്നു. വള്ളസദ്യ എന്ന പ്രസിദ്ധമായ വഴിപാടിന് പ്രസിദ്ധമായ ക്ഷേത്രമാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം എന്ന് പറയുന്നു. അടുത്ത 4ാമത്തെ ലാസ്റ്റ് പ്രസ്താവന പറയുന്നു ശബരിമല ക്ഷേത്രമാണ് ഏറ്റവും കൂടുതൽ സീസണൽ വരുമാനമുള്ള ക്ഷേത്രമെന്ന്. അതായത് ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രമാണ് ശബരിമല ക്ഷേത്രമെന്ന് 4ാമത്തെ പ്രസ്താവന പറയുന്നു. അപ്പോൾ നിങ്ങളുടെ ഉത്തരം നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ തെറ്റിപ്പോയതെന്ന് പറയുന്നത് സി ആണ്. അതായത് ഇവിടുത്തെ ചോദ്യം ഇതാണ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്ന് ചോദിച്ചാൽ അത് സി ആണ്. ബാക്കിയെല്ലാം ശരിയാണ്. ഈ വള്ളസദ്യ എന്ന് പറയുന്നത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലല്ല. ശരിക്കും അത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ്. ആറന്മുള, അതായത് ഈ പറയുന്ന ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് ഈ വള്ളസദ്യ എന്ന പ്രസിദ്ധമായ വഴിപാട് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇത് തെറ്റിപ്പോയത്. അടുത്ത 16ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കേരളവും സാക്ഷരതയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. കേരളത്തിന്റെ സാക്ഷരതാ നിരക്ക് 93.91 ആണ്. ചില സ്ഥലങ്ങളിൽ അത് 94 എന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. കാരണം 93.91 വന്നുകൊണ്ട് റൗണ്ട് ചെയ്ത് 94 എന്ന് കൊടുത്തിട്ടുണ്ടാവും. എന്നാലും കറക്റ്റായിട്ട് പറയാനാണെങ്കിൽ സാക്ഷരതാ നിരക്ക് കേരളത്തിൻ്റെത് 93.91 ആണ്. പുരുഷ സാക്ഷരതാ നിരക്ക് 96.11 ആണ്. സാക്ഷരതാ നിരക്ക് 93.91 പുരുഷ സാക്ഷരതാ നിരക്ക് 96.11 ആണ്. ഇനി സ്ത്രീ സാക്ഷരതാ നിരക്ക് 92.07 ആണ്. 92.07 സ്ത്രീ സാക്ഷരതാ നിരക്ക്. അപ്പോൾ നോക്കുക, കേരളത്തിന്റെ സാക്ഷരതാ നിരക്ക് 93.91, പുരുഷ സാക്ഷരതാ നിരക്ക് 96.11, സ്ത്രീ സാക്ഷരതാ നിരക്ക് 92.07. സാക്ഷരത ഏറ്റവും കൂടുതലുള്ള ജില്ല കോട്ടയമാണ്. സാക്ഷരതയിൽ പിന്നിലുള്ള ജില്ല വയനാടാണ്. അപ്പോൾ സാക്ഷരത ഏറ്റവും കൂടുതലുള്ള ജില്ല കോട്ടയവും സാക്ഷരതയിൽ ഏറ്റവും പിന്നിലുള്ള ജില്ല വയനാടുമാണ്. അപ്പോൾ ഞാനിവിടെ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഇപ്പോൾ 16ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 16ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നു താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക എന്നിട്ട് ശരി കണ്ടുപിടിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രസ്താവന 1 പറയുന്നത് നോക്കുക. നാടൻ കലകളെ സംരക്ഷിക്കുന്നതിനും പുനരുദ്ധരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും വേണ്ടി കണ്ണൂർ ആസ്ഥാനമാക്കി 1995 സ്ഥാപിച്ച സ്വയംഭരണ സ്ഥാപനമാണ് കേരള ഫോക്ലോർ അക്കാദമി എന്ന് പറയുന്നു. പ്രസ്താവന 1 പറയുന്നു നാടൻ കലകളെ സംരക്ഷിക്കുന്നതിനും പുനരുദ്ധരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും വേണ്ടി കണ്ണൂർ ആസ്ഥാനമാക്കി 1995 സ്ഥാപിച്ച സ്വയംഭരണ സ്ഥാപനമാണ് കേരള ഫോക്ലോർ അക്കാദമി എന്ന് പറയുന്നു. 2ാമത്തെ പ്രസ്താവന PK കാളനാണ് ഫോക്ലോർ അക്കാദമിയുടെ പ്രഥമ ചെയർമാൻ എന്ന് പറയുന്നു. PK കാളനാണ് ഫോക്ലോർ അക്കാദമിയുടെ പ്രഥമ ചെയർമാൻ എന്ന് പറയുന്നു. ഇത് ശരിയോ തെറ്റോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങളുടെ ആൻസർ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് പ്രസ്താവന 1 ശരിയാണ്, 2 തെറ്റാണ്. പ്രസ്താവന 1 ശരിയാണ്,
പ്രസ്താവന 2 തെറ്റാണ്. എന്തുകൊണ്ടാണ് 2 തെറ്റിപ്പോയതെന്ന് ചോദിച്ചാൽ, ഈ ഫോക്ലോർ പി.കെ. കാളൻ എന്നില്ലേ, പി.കെ. കാളനല്ല, ജി ഭാർഗവൻ പിള്ളയാണ് ശരിക്കും ഫോക്ലോർ അക്കാദമിയുടെ പ്രഥമ ചെയർമാൻ എന്ന് പറയുന്നത്. ജി ഭാർഗവൻ പിള്ളയാണ് ഫോക്ലോർ അക്കാദമിയുടെ പ്രഥമ ചെയർമാൻ, ജി ഭാർഗവൻ പിള്ള. ഓക്കെ, അപ്പോൾ അടുത്ത 17ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് ഒരു ചെറിയ ബോക്സ് ഉണ്ട്. നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കളെ കുറിച്ചിട്ടൊരു ബോക്സ് ഉണ്ട്. 2023 നോക്കാം, ഏറ്റവും ലേറ്റസ്റ്റ് 2023 വിയ്യപുരം ചുണ്ടനായിരുന്നു നേടിയത്. നെഹ്റു ട്രോഫി വള്ളംകളി നേടിയത് വിയ്യപുരം ചുണ്ടനായിരുന്നു 2023 ലേറ്റസ്റ്റ്. അതിന് തൊട്ട് മുമ്പ് നേടിയത് മഹാദേവിക്കാട് കാട്ടിൽ തെക്കേതിൽ ആയിരുന്നു, അല്ലെ? മഹാദേവിക്കാട് കാട്ടിൽ തെക്കേതിൽ ചുണ്ടനായിരുന്നു അതിന് തൊട്ട് മുമ്പ് 2022 നേടിയത്. ഏറ്റവും ലേറ്റസ്റ്റ് വിയ്യപുരം ചുണ്ടനാണ്. ഇനി 2019 2022 ശേഷം 2021 നടന്നിട്ടില്ല, അല്ലെ? കോവിഡ് ഒക്കെ ആയിരുന്നു. 2019 അതിന് മുമ്പ് നടന്നിട്ടുള്ളത്. അത് നടുഭാഗം ചുണ്ടനാണ് നേടിയിട്ടുള്ളത്. അപ്പോൾ 2023 വിയ്യപുരം ചുണ്ടൻ, 2022 മഹാദേവിക്കാട് കാട്ടിൽ തെക്കേതിൽ, 2019 നടുഭാഗം ചുണ്ടൻ. ഈ നെഹ്റു ട്രോഫി വള്ളംകളി പ്രിലിംസ് വന്നതിന് ശേഷം കൃത്യമായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇത് കൃത്യമായിട്ട് ചോദിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഇത് പഠിച്ചു വയ്ക്കുക. അടുത്ത 17ാമത്തെ ചോദ്യമാണ്, ശരിയായ ജോഡികൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശരിയായ ജോഡികൾ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ തിരുവനന്തപുരം ജില്ല എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൻ തമ്പുരാൻ സ്മാരകം അയ്യന്തോളം എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇടശ്ശേരി സ്മാരകം പൊന്നാനി എന്ന് കൊടുത്തിട്ടുണ്ട്. ജോസഫ് മുണ്ടശ്ശേരി സ്മാരകം ചെമ്പുകാവ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത് വീഡിയോ പോസ് ചെയ്തുകൊണ്ട് ശരിയായ ജോഡികൾ കണ്ടുപിടിക്കുക. നിങ്ങൾ കണ്ടുപിടിച്ച ആൻസർ ഈ ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, നിങ്ങൾ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുന്നു. ഇവിടെ ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് ഈ പറയുന്ന 4 പ്രസ്താവനകളും അല്ലെങ്കിൽ 4 ജോഡികളും ശരിയാണ്. അതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 17ാമത്തേത് എ ആണ്. അടുത്ത 18ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 18ാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. തെറ്റായ പ്രസ്താവന നോക്കാം. 4 പ്രസ്താവന. ഒന്ന്, കേരളത്തിന്റെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ സംഘാടകർ വിനോദസഞ്ചാര വകുപ്പാണ് എന്ന് പറയുന്നു. കേരളത്തിന്റെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ സംഘാടകർ വിനോദസഞ്ചാര വകുപ്പാണ് എന്നാണ് ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത്. രണ്ടാമത്തെ പ്രസ്താവന നോക്കുക. രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് തിരുവനന്തപുരത്ത് കുതിരമാളികയാണ് സ്വാതി സംഗീതോത്സവ വേദി എന്ന് പറയുന്നു. തിരുവനന്തപുരത്ത് കുതിരമാളികയാണ് സ്വാതി സംഗീതോത്സവ വേദി എന്ന് പറയുന്നു. അടുത്ത 3ാമത്തെ പ്രസ്താവന നോക്കുക. കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് മീനഭരണി എന്ന് പറയുന്നു. കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് മീനഭരണി എന്ന് പറയുന്നു. 4ാമത്തെ പ്രസ്താവന പറയുന്നത് മാമാങ്കത്തിന്റെ സ്മരണ പുതുക്കുന്ന ചിന്നക്കത്തൂർ പൂരം നടക്കുന്നത് പാലക്കാട് ജില്ലയിലാണെന്ന് പറയുന്നു. മാമാങ്കത്തിന്റെ സ്മരണ പുതുക്കുന്ന ചിനക്കത്തൂർ പൂരം നടക്കുന്നത് പാലക്കാട് ജില്ലയിലാണെന്ന് പറയുന്നു. ഇങ്ങനെ 4 പ്രസ്താവനകൾ വായിച്ചു. ഇതിൽ തെറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെ തെറ്റിപ്പോയത് എ എന്ന് പറയുന്ന പ്രസ്താവനയാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ കേരളത്തിന്റെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ സംഘാടകർ വിനോദസഞ്ചാര വകുപ്പല്ല, മറിച്ച് ചലച്ചിത്ര അക്കാദമിയാണ്. അതായത് കേരള ചലച്ചിത്ര അക്കാദമിയാണ് ഈ കേരളത്തിന്റെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ സംഘാടകർ. അതുകൊണ്ടാണ് തെറ്റിപ്പോയത്. അപ്പോൾ 18 ശരിയാക്കിയിട്ടുള്ളവർക്ക് 1 മാർക്ക് ലഭിക്കുന്നു. അടുത്ത 19ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക, ശരി കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 19ാമത്തെ ചോദ്യമാണ്, ശരി കണ്ടുപിടിക്കുക. അപ്പോൾ നോക്കുക, പ്രസ്താവന 1 പറയുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട വള്ളംകളിയാണ് ചമ്പക്കുളം മൂലം വള്ളംകളി. അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട വള്ളംകളിയാണ് ചമ്പക്കുളം മൂലം വള്ളംകളി. പ്രസ്താവന 2 പറയുന്നു ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട വള്ളംകളിയാണ് പായിപ്പാട് ജലോത്സവം എന്ന് പറയുന്നു. ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട വള്ളംകളിയാണ് പായിപ്പാട് ജലോത്സവം എന്ന് പറയുന്നു. ഇതാണ് 2 പ്രസ്താവന. ഇതിൽ നിങ്ങൾ ഇതിൻ്റെ ശരിയുത്തരം കണ്ടുപിടിക്കുക. ശരിയുത്തരം കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ശരിയുത്തരം എന്ന് പറയുന്നത് സി ഓപ്ഷനാണ്. അതായത് ഈ പറയുന്ന 2 പ്രസ്താവനകളും ശരിയാണ്. 2 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ 1 മാർക്ക് കൂടി നിങ്ങൾക്ക് ലഭിക്കുകയാണ്. നിങ്ങൾക്ക് കിട്ടിയ ടോട്ടൽ മാർക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അടുത്ത 20ാമത്തെ ചോദ്യമാണ്. 20ാമത്തെ ചോദ്യം, ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ ക്ലാസ്സിൻ്റെയും പരീക്ഷ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നടത്താറുണ്ട്. അതേപോലെ ചില ലൈവ് ക്ലാസ്സുകളൊക്കെ ഇതല്ലാതെയുള്ള ലൈവ് ക്ലാസ്സുകളൊക്കെ നമ്മൾ ടെലഗ്രാം ചാനലിൽ എടുത്തു കൊടുക്കാറുണ്ട്. താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ടെലഗ്രാമിലും വാട്സപ്പിലും ജോയിൻ ചെയ്യുക. അടുത്ത 20ാമത്തെ ചോദ്യമാണ്, ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ശരിയായ ജോഡികൾ ഏതെല്ലാം? 1ാമത്തെ ജോഡി
പരിയാമ്പറ്റ പൂരം, അത് പാലക്കാട് ജില്ല കൊടുത്തിരിക്കുന്നു. പരിയാമ്പറ്റ പൂരം പാലക്കാട് ജില്ല. ഉത്രാളിക്കാവ് പൂരം തൃശ്ശൂർ ജില്ല എന്ന് കൊടുത്തിരിക്കുന്നു. ഉത്രാളിക്കാവ് പൂരം തൃശ്ശൂർ ജില്ല. ഭീമാപ്പള്ളി ഉറൂസ് തിരുവനന്തപുരം ജില്ല എന്ന് കൊടുത്തിരിക്കുന്നു. ഭീമാപ്പള്ളി ഉറൂസ് തിരുവനന്തപുരം ജില്ല. ചെട്ടിക്കുളങ്ങര ഭരണി കൊല്ലം ജില്ല എന്ന് കൊടുത്തിരിക്കുന്നു. ചെട്ടിക്കുളങ്ങര ഭരണി കൊല്ലം ജില്ല എന്ന് കൊടുത്തിരിക്കുന്നു. ഇതിലേതാണ് ശരിയായ ജോഡികളെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ഉത്തരം നിങ്ങൾ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ബി ആണ്. 1, 2, 3 ശരിയായിട്ടുള്ള ജോഡികൾ 1, 2, 3 എന്നിവയാണ്. തെറ്റിപ്പോയത് ചെട്ടിക്കുളങ്ങര ഭരണിയാണ്. ചെട്ടിക്കുളങ്ങര ഭരണി കൊല്ലം ജില്ലയിലല്ല, ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് തെറ്റിപ്പോയത്. അപ്പോൾ 20 ചോദ്യം നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു ഇന്നലെയും ഇന്നുമായിട്ട്, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മാർഗ്ഗം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.